വളരെ വൃത്തിയായിട്ട് നമ്മൾ കുറേ സമയം എടുത്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. നമ്മുടെ എല്ലാവരുടെയും സമയം കളയുന്ന ഇത്തരം ചോദ്യങ്ങൾ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് വരുമ്പം സ്കിപ്പ് ചെയ്യുന്നത് തന്നെയാണ് ബുദ്ധിപരമായ നീക്കം. എന്നാൽ നോക്കാം, ഇത് നമുക്ക് ചെയ്തെടുക്കാം. ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ഹെൻറി ആപ്പിൻ്റെ ഇന്നത്തെ ഒരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ഒരുപാട് സംശയം പറഞ്ഞ അല്ലെങ്കിൽ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കുന്നു എന്ന് കരുതുന്ന കുറച്ച് മാനസിക ശേഷി പരിശോധന ചോദ്യങ്ങളുമായിട്ടാണ്, അഥവാ മെൻ്റൽ എബിലിറ്റി. നിങ്ങളെ പരീക്ഷാ ഹാളിൽ മാനസികമായി തളർത്തിയ മാനസിക ശേഷി പരിശോധന ചോദ്യങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വരുന്ന പരീക്ഷകളിലും, വരുന്ന 10th ലെവല്, +2 ലെവല്, ഡിഗ്രി ലെവല് പരീക്ഷകളിലും ഇത്തരം ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ചേക്കാം. ഓക്കെ, അപ്പം മുൻ വർഷങ്ങളിൽ, അതായത് ഈ അടുത്തിടെ വരെ PSC നടത്തിയ ചോദ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത അടിപൊളി ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ക്ലാസ് മിസ്സാക്കരുത്. ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങളുടെ ഈ ഒരു മാർക്ക് ഇനി നഷ്ടമാകില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കളം വിടുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. അപ്പം മാനസികമായി തളർത്തിയ മാനസിക ശേഷി പരിശോധന ചോദ്യങ്ങളുടെ ഫസ്റ്റ് പാർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. നോക്കുകയാണെങ്കിൽ വലത്തോട്ട് നമുക്ക് വായിക്കുകയാണെങ്കിൽ 5, 7, 8, 4, 6, 6, 2, 3, -10, 14, 12. ഇനി താഴോട്ട് വായിക്കുവാണെങ്കിൽ 5, 4, 2, 10, 7, 6, 3, 14, 8, 6, -12 എന്നിങ്ങനെയാണ് ചോദ്യം. ഓപ്ഷൻ കാണാൻ കഴിയും: 2, 61, 4, 3. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം ഇത് കുറേയധികം നമ്മുടെ ഈ അടുത്തിടെ നടത്തിയ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പം മെൻ്റൽ എബിലിറ്റിക്ക് അങ്ങനെ ഡിഗ്രി ലെവലെന്നോ, +2 ലെവലെന്നോ, 10th ലെവലെന്നോ, 7ാം ക്ലാസ് ലെവലെന്നോ ഒന്നും നമുക്ക് ഒരു പരിധി നിശ്ചയിക്കാൻ കഴിയില്ല. മാനസിക ശേഷി പരിശോധന ചോദ്യങ്ങൾ എവിടെ വേണേലും ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മക്കളെ ഇത് ഇങ്ങനെ നിരയായി നോക്കിയാൽ പരിപാടി നടക്കത്തില്ല. താഴോട്ട് ഒരു വരിയായി നോക്കിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഒരു വരിയായി നോക്കിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതായത് മക്കളെ നോക്കി, 5 × 4 20 ആണ്. മക്കളെ 5 × 4 20 ആണ്. അതായത് ആദ്യത്തെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിരിക്കുന്നു. 5 × 4 20. എന്നാൽ ഇവിടെ ഒരു 2ഉം കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഒരു 10ഉം കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും, 5 × 4 20 ആണ്, പിന്നെ ഒരു 2 വന്നിട്ടുണ്ട്. ആ 2നെ എന്തോ ഒരു ക്രിയ കൂടി ചെയ്തപ്പം ഇത് 10 ആയെന്ന്. അപ്പം നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഗുണിച്ച്, അതായത് 5 × 4 ചെയ്ത് ആ ഗുണിച്ച് കിട്ടിയതിനെ ഈ കിടക്കുന്ന 2 കൊണ്ട് ഹരിച്ചാൽ, അതായത് I 4 20, 20നെ ഈ കിടക്കുന്ന 2 കൊണ്ട് ഹരിച്ചാൽ 10 എന്ന് വരും. അപ്പോൾ ഇവരുടെ ഉത്തരം 5 × 4/2 ചെയ്താൽ 10 കിട്ടും. ശരി, നമുക്ക് അടുത്തതും അങ്ങനെ തന്നെയാണെന്ന് പരിശോധിക്കാം. 7 × 6, നമുക്കറിയാം 7 × 6 42. ആ 42നെ 3 കൊണ്ട് ഹരിച്ചാൽ 42/3 ചെയ്താൽ 14 വരും. 7, 6, 42, 42/3 ചെയ്താൽ 14 വരും. അപ്പം ശരിയാ, ഈ കണ്ടീഷനും ഒന്നുപോലെ തന്നെയാണ്. എങ്കിൽ ഇതും നമുക്ക് അതേപോലെ ചെയ്തെടുക്കണം. അപ്പം മനസ്സിലായി, ആദ്യത്തെ 2 സംഖ്യകൾ ഗുണിച്ചിട്ട് മൂന്നാമത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പം ഈ ഉത്തരം കിട്ടണം. ശരി, നമുക്ക് ആദ്യത്തെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കാം. 8 × 6 48. 8 × 6 48. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ 48നെ ഇവിടെ വരുന്ന എന്തോ ഒരു സംഖ്യ നമുക്കറിയത്തില്ല, എന്തോ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പം 12 വരുന്നു. എന്തോ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പം 12 വരുന്നു. 48നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് 12 വരിക? പറ. 42നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് 12 വരിക? അതെ, 4. അതായത് ഇവിടെ വരേണ്ട സംഖ്യ 4. നമ്മുടെ ശരി ഉത്തരം 4 ആണ്. 48നെ 48നെ 4 കൊണ്ട് ഹരിച്ചാലാണ് 12 വരിക. 48നെ 4 കൊണ്ട് ഹരിച്ചാലാണ് 12 വരിക. നമ്മുടെ ശരി ഉത്തരം 4 ആണ്. ഓപ്ഷൻ സി ഈസ് അവർ റൈറ്റ് ആൻസർ. മനസ്സിലായോ? സിമ്പിൾ അല്ലയോ? PSC അടുത്തിടെ ചോദിച്ചൊരു ചോദ്യമാണ്. ക്ലിയർ ആയി കാണുമെന്ന് കരുതട്ടെ. അപ്പം താഴോട്ടായിരിക്കും.
അപ്പോൾ ഇത്തരം ശ്രേണികൾ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും പരിശോധിക്കേണ്ടത് നിരയായിട്ടല്ല, താഴോട്ട് വരിയായിട്ടാണ്. അപ്പം ഇവിടെ ഇപ്പോൾ ആദ്യത്തെ 2 ഗുണിച്ചിരിക്കുന്നു, അടുത്തത് ഹരിച്ചിരിക്കുന്നു. അപ്പോൾ ഏറ്റവും താഴെ കിട്ടുന്ന വരി കിട്ടും. ഓക്കെ, ശരി. ഇതേപോലെയുള്ള മറ്റൊരു ചോദ്യം പരിശോധിക്കാം. വിട്ടുപോയ പദം കണ്ടെത്തുക. മക്കളെ, വിട്ടുപോയ പദം കണ്ടെത്തുക. നമ്മൾ അങ്ങോട്ട് വായിക്കാൻ നിന്ന 4, 3, 2, 8, 9, 36 എന്ന് പറഞ്ഞ് വായിക്കണം. ഞാൻ പറഞ്ഞല്ലോ, PSC ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പം എപ്പോഴും താഴോട്ട് താഴോട്ട് താഴോട്ടായിരിക്കും ചോദിക്കുന്നത്. ദാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ശരി, ഇങ്ങനെയുള്ള ബന്ധമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് കണ്ടെത്താൻ നിങ്ങൾ നോക്കുക. ഇവിടെ 4 ഉണ്ട്, 8 ഉണ്ട്, 16 ഉണ്ട്, 8 ഉണ്ട്. 3, 9, 27, 9, 2, 36, 24 ഡാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ആദ്യം ഗുണിച്ച് നോക്കാം. എടാ 4ഉം 8 ഗുണിച്ചാൽ നമുക്കറിയാം 8, 4, 32. 8, 4, 32. ആ 32നെ വീണ്ടും 16 കൊണ്ട് ഗുണിച്ചാൽ നോക്കാം. 32 × 16 ചെയ്ത് നോക്കാം. 32 × 16 ചെയ്യുമ്പോൾ 6, 2, 12, ശിഷ്ടം 1. 6, 3, 18, 1, 19, 1, 2, 2, 1, 3, 3, 2, 1, ശിഷ്ടം 1, 3, 1, 4, 1, 5, 512 വരും. എടാ 4 × 8 × 16 ചെയ്തപ്പം 512 കിട്ടി. ഇവിടെ കിടക്കുന്ന സംഖ്യ 8. 512ഉം 8ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. 512ഉം 8ഉം തമ്മിൽ അഗാധമായ ബന്ധമുണ്ട്. എന്താ ബന്ധം? ക്യൂബാണ്. എടാ 8ന്റെ ക്യൂബാണ് 512 എന്ന് പറഞ്ഞാൽ ദാ ഇവരെ 3 പേരെയും കൂടെ ഗുണിച്ചപ്പം കിട്ടിയത് ദാ ഇവന്റെ ക്യൂബാ. ആ കിട്ടിയ സംഖ്യയുടെ ക്യൂബ് റൂട്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വല്ലതും മനസ്സിലായോ? എടാ ആദ്യത്തെ കിടക്കുന്ന 4നെയും 8നെയും 16നെയും കൂടെ ഗുണിച്ചപ്പം കിട്ടിയത് 512 ആണ്. ആ 512ന്റെ ക്യൂബ് റൂട്ടാണ് 8 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെയും ആ കണ്ടീഷൻ പാലിക്കുന്നുണ്ടോ നോക്കാം. മക്കളെ 9 × 3 നോക്കാം. ആദ്യം 9 × 3 27. ആ 27 × 27, 27 × 27 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 729. 27 × 27 എന്ന് പറഞ്ഞാൽ 729. ശരിയാണോ? 729 എന്ന് പറഞ്ഞാൽ ആരുടെ ക്യൂബാ? 9ന്റെ. അതായത് ഈ 3 പേരെ തമ്മിൽ ഗുണിക്കുമ്പം 729 വരും. ഈ 3 പേരെ തമ്മിൽ ഗുണിക്കുമ്പം 729 വരും. ആ 729 9ന്റെ ക്യൂബാ. അപ്പോൾ അതും ശരിയാണ്, 9 ആണ്. 9 വരണം. 729ന്റെ ക്യൂബ് റൂട്ട് 9. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതൊന്ന് നോക്കാം. 2 × 36 നമുക്കറിയാം 72. 72 × 24 ചെയ്യാം. 4, 2, 8, 7, 4, 28. അടുത്ത 2, 2, 4, 7, 2, 14 നോക്കാം. 8, 8, 4, 12, 2, ശിഷ്ടം 1, 4, 2, 6, 6, 1, 7. ഒന്നുകൂടെ 1728 എന്ന് വരും. 1728 എന്ന് വരും. ശരിയാണോ? 1728. അതായത് ഈ 3 സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ 1728 കിട്ടും. അപ്പം മനസ്സിലായി, ഈ ഗുണിച്ച് കിട്ടുന്നതിൻ്റെ ഗുണനഫലം 1728 ആണ്. അതൊരു ക്യൂബാണ്. ആരുടെ? 12ന്റെ ക്യൂബാണ്. എങ്കിൽ ഇവിടെ വരേണ്ട സംഖ്യ സുഹൃത്തുക്കളെ 12. അതായത് 1728ന്റെ ക്യൂബ് റൂട്ടായ 12 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ എ ഈസ് അവർ റൈറ്റ് ആൻസർ. നമ്മുടെ ശരി ഉത്തരം 12 ആണ്. മനസ്സിലായോ? ക്ലിയർ ആയി കാണുമെന്ന് കരുതട്ടെ. അപ്പോൾ ഇനിയും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ താഴോട്ട് 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 ഗുണിക്കുകയോ ഇനി ഗുണിച്ചതിന് ശേഷം ഹരിക്കുകയോ ക്യൂബ് കാണുകയോ സ്ക്വയർ കാണുകയോ ആ രീതിയിലായിരിക്കണം ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ക്ലിയർ? അടുത്ത ചോദ്യം, വിട്ടുപോയ പദം കണ്ടെത്തുക. വിട്ടുപോയ പദം കണ്ടെത്തുക. 46, 33, 256. അതുപോലെ 69, 42, 441. അതുപോലെ 79, 38 ഡാഷ്. അപ്പോൾ അവിടാണ് വിട്ടുപോയത്, അതാണ് കണ്ടെത്തേണ്ടത്. അപ്പം നിങ്ങൾ വ്യക്തമായിട്ടൊരു കാര്യം ചിന്തിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, എടാ ഇവിടെ താഴെ കിടക്കുന്ന 256 എന്തൊരു പ്രത്യേകതയുള്ളത്? 256ന്റെ പ്രത്യേകത എന്തെന്നാൽ അതൊരു സ്ക്വയറാണ്. 256 ഒരു സ്ക്വയറാണ്. 16ന്റെ സ്ക്വയറാണ് 256. ശരിയാണോ? ശരിയാണ്. അതുപോലെ സ്ക്വയറിനെ കുറിച്ച് കുറച്ചുകൂടെ അഗാധമായിട്ട് അറിവുള്ളവർക്കാണെങ്കിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, 441 മക്കളെ ഒരു സ്ക്വയറാണ്.
441 എന്നത് 21ന്റെ സ്ക്വയറാ. 21ന്റെ സ്ക്വയർ. 441 എന്നത് 21ന്റെ സ്ക്വയറാ. അപ്പോൾ മനസ്സിലായി ഇവിടെ ഒരു സ്ക്വയറാ വന്നിരിക്കുന്നത്, ഇവിടെ ഒരു സ്ക്വയറാ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം സ്ക്വയർ ആയിരിക്കണം ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി എങ്ങനെയാണ് ഇവിടെ 16ന്റെ സ്ക്വയർ വന്നതെന്നും എങ്ങനെയാണ് ഇവിടെ 21ന്റെ സ്ക്വയർ വന്നതെന്നും കണ്ടുപിടിച്ചാൽ ഏകദേശം നമ്മുടെ ഉത്തരമായി. ശരി, നമുക്കൊന്ന് ചെയ്തു നോക്കാം. മക്കളെ നോക്കി, ഈ 46ലെ 4ഉം 6ഉം തമ്മിലൊന്ന് കൂട്ടി. എടാ 4ഉം 6 കൂട്ടിയ 10 എന്ന് വരും, 10. അതുപോലെ ഈ 33ലെ 3ഉം 3 കൂട്ടി, 3ഉം 3 കൂട്ടി 6 എന്ന് വരും. ശരി, ഇനി ഇവിടെ കൂട്ടിയ തുക 10, ഇവിടെ കിട്ടിയ തുക 6. 10ഉം 6 കൂട്ടിയ പിള്ളാരെ 16. എടാ ആ 16ന്റെ സ്ക്വയർ ആണ് ദാ ഈ കിടക്കുന്ന 256. ആ 16ന്റെ സ്ക്വയർ ആണ് ഈ കിടക്കുന്ന 256. ശരിയാണോ? എടാ ഇത് തന്നെയാണോ അല്ലെങ്കിൽ ഇത് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജോഡിയും കൂടെ നമുക്ക് റെഫറൻസ് ആയിട്ട് തരുന്നത്. നമുക്ക് അതുകൂടെ ചെയ്ത് നോക്കാം. ദാ ഇവിടെ കിടക്കുന്ന 6ഉം 9 കൂട്ടിയ 6 9 കൂട്ടിയാൽ നമുക്കറിയാം 15. 4ഉം 2 കൂട്ടിയ 4ഉം 2 കൂട്ടിയ 6. 15ഉം 6 കൂട്ടിയ ഇവിടെ കിട്ടിയ 15, ഇവിടെ കിട്ടിയ 6 കൂട്ടിയ 21. അതായത് മക്കളെ 6 + 9 + 4 + 2. ഇവിടെ 4 + 6 + 3 + 3. ഇവിടെ 6 + 9 + 4 + 2. അപ്പോൾ അതാ 21 വരും. നമുക്കറിയാം ആ 21ന്റെ സ്ക്വയർ ആണ് 441. ആ 21ന്റെ സ്ക്വയർ ആണ് 441. ശരിയാണോ? എടാ എങ്കിൽ ദാ ഇവിടെയും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയ സ്ഥിതിക്ക് നമുക്ക് ദാ ഇവിടെ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാം? എടാ 7ഉം 9 കൂട്ടണം. നമുക്കറിയാം 7 9 കൂട്ടിയ 16. 3ഉം 8 കൂട്ടണം. 3ഉം 8 കൂട്ടിയ 11. 16ഉം 11 കൂട്ടിയ സുഹൃത്തുക്കളെ 27. എങ്കിൽ നമ്മുടെ ഉത്തരം 27ന്റെ സ്ക്വയർ ആയിരിക്കും. നമുക്കറിയാം 27ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 729. നമ്മുടെ ശരി ഉത്തരം 729. ഓപ്ഷൻ സി 729 ആണ് നമ്മുടെ ശരിയായ ഉത്തരം. മനസ്സിലായോ? സിമ്പിൾ അല്ലയോ? ഓക്കെ ആണെന്ന് കരുതട്ടെ. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? വാ. തെറ്റായ സംഖ്യ കണ്ടെത്തുക. ഒരുപാട് ഉദ്യോഗാർത്ഥികളെ വലച്ചൊരു ചോദ്യമാണ് ഇത്. തെറ്റായ സംഖ്യ കണ്ടെത്തുക. അപ്പൊ ഇപ്പോഴും ദാ ഒരുപക്ഷെ ഞാൻ ചോദ്യം തന്നാൽ നിങ്ങൾ എത്ര സമയം കഴിഞ്ഞാലും കണ്ടെത്താൻ സാധ്യതയില്ലാത്തൊരു ചോദ്യം, അതായത് ഒരു പരീക്ഷാ സമയത്തിനുള്ളിൽ കണ്ടെത്താൻ കഴിയാത്തൊരു ചോദ്യമാണ് ഇത്. ശരി, വളരെ വൃത്തിയായിട്ട് നമ്മൾ കുറേ സമയം എടുത്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. നമ്മുടെ എല്ലാവരുടെയും സമയം കളയുന്ന ഇത്തരം ചോദ്യങ്ങൾ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് വരുമ്പം സ്കിപ്പ് ചെയ്യുന്നത് തന്നെയാണ് ബുദ്ധിപരമായ നീക്കം. എന്നാൽ നോക്കാം, ഇത് നമുക്ക് ചെയ്തെടുക്കാം. എങ്ങനെയെന്നാൽ മക്കളെ 5, 6, 14, 40, 89, 170, 291 ഇതിനകത്തിൽ തെറ്റായ സംഖ്യ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. തെറ്റായ സംഖ്യ, ഇതിനകത്തിൽ ഏതോ ഒരു സംഖ്യ, ഈ ശ്രേണിക്കകത്തിൽ ഏതോ ഒരു സംഖ്യ തെറ്റാണ്. അത് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ കണ്ടുപിടിക്കാൻ നിങ്ങൾ നോക്കി, ഫസ്റ്റ് നമ്പർ 5. ദാ ഇത് മറ്റൊരു രീതിയിൽ നടക്കുന്നില്ല, കുറേ രീതി നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആക്കിയതിന് ശേഷം കണ്ടുപിടിച്ച ആശയമാണ് ഇതിനകത്തിൽ തെറ്റായ സംഖ്യ. അപ്പോൾ നല്ല ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കാം മക്കളെ, 5 + 1ന്റെ സ്ക്വയർ ആണ് ദാ 6. എടാ 5 ന്ന് 6ലോട്ട് വരുമ്പോൾ ഉണ്ടായ മാറ്റമാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. 5 + 1ന്റെ സ്ക്വയർ ആണ് 6. 5 + 1ന്റെ സ്ക്വയർ ആണ് 6. നമുക്കറിയാം 5 തന്നെ, 1ന്റെ സ്ക്വയർ 1 ആണ്. അപ്പോൾ 5 + 1 6. അതുപോലെ 6 + 2ന്റെ സ്ക്വയർ നമുക്കറിയാം 4, 10 വരത്തുള്ളൂ. എന്നാൽ 6 + 3ന്റെ സ്ക്വയർ മക്കളെ, 3ന്റെ സ്ക്വയർ 9 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. ശരിയാണോ? ആ 9 + 6 15. ആ 9 + 6 ഇവിടെ 15 വരേണ്ടതായിരുന്നു. ദാ ഇവിടെ 15 വരേണ്ടതായിരുന്നു. നോക്കാം, അടുത്തത് അവിടെ 15 ആയിരുന്നു എങ്കിൽ മക്കളെ നോക്കണേ, ഇവിടെ 15 ആയിരുന്നു എങ്കിൽ ആ 15 + ദാ 5ന്റെ വർഗം, 5ന്റെ സ്ക്വയർ. 15 + 5ന്റെ സ്ക്വയർ നമുക്കറിയാം 5ന്റെ സ്ക്വയർ 25. 25 + 15 40. 25 + 15 40.
ഇവിടെ 15 ആയിരുന്നെങ്കിൽ അങ്ങോട്ട് 40 വന്നേനെ. അടുത്തത് അവിടെ 40 ആണെങ്കിൽ 40 അധികം നോക്ക് 1ന്റെ സ്ക്വയർ കൂട്ടി 3ന്റെ സ്ക്വയർ കൂട്ടി 5ന്റെ സ്ക്വയർ കൂട്ടി അടുത്തേ 1 3 5 അങ്ങനെ പോയാൽ തൊട്ടടുത്തത് 7. 7ന്റെ സ്ക്വയർ കൂട്ടാം. 7ന്റെ സ്ക്വയർ അപ്പോൾ നമുക്കറിയാം 7ന്റെ സ്ക്വയർ 49. 7ന്റെ സ്ക്വയർ 49. 49 അധികം 40 എന്ന് പറഞ്ഞാൽ 89. 49 അധികം 40 എന്ന് പറഞ്ഞാൽ 89. ഇവിടെ 40 ആയിരുന്നെങ്കിൽ കറക്റ്റ് ഇവിടെ 89. 40 ആണ് 89 വരികയും ചെയ്യും. അടുത്തത് 89. 89 അധികം 9ന്റെ സ്ക്വയർ 9ന്റെ സ്ക്വയർ 1 3 5 7 അടുത്ത 9 9. 9ന്റെ സ്ക്വയർ നമുക്കറിയാം 81. 81 അധികം 89. 9 1 10. ഓക്കെ 8 8 16. 16 10 170. ഇതാ ഇവിടെ കറക്റ്റ് 170 വരികയും ചെയ്യും. അടുത്തത് 170 അധികം 11ന്റെ സ്ക്വയർ നമുക്കറിയാം 11ന്റെ സ്ക്വയർ 121. 121. 121 പ്ലസ് 170 എന്ന് പറഞ്ഞാൽ 291. അപ്പം നിങ്ങൾ നോക്കിയേ വളരെ വൃത്തിയായിട്ട് നോക്കിയേ ഇതാ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം കൃത്യമായിട്ടാണ് പോകുന്നത്. അതായത് 5നോട് 1ന്റെ സ്ക്വയർ കൂട്ടിയാൽ 6 കിട്ടും. 6നോട് 3ന്റെ സ്ക്വയർ കൂട്ടിയാൽ 15 കിട്ടേണ്ടതാണ്. 15 കിട്ടേണ്ടതാണ്. അവിടെ 15 ആയിരുന്നെങ്കിൽ 15നോട് 5ന്റെ സ്ക്വയർ കൂട്ടിയാൽ 40 കിട്ടും. 40നോട് 7ന്റെ സ്ക്വയർ കൂട്ടിയാൽ 89 കിട്ടും. 89നോട് 9ന്റെ സ്ക്വയർ കൂട്ടിയാൽ 170 കിട്ടും. 170നോട് 11ന്റെ സ്ക്വയർ കൂട്ടിയാൽ 291 കിട്ടും. അപ്പോൾ നോക്ക് ഇതിനകത്തിൽ വേറിട്ട് നിൽക്കുന്നത് അഥവാ എന്താ കൂട്ടത്തിൽ തെറ്റായ സംഖ്യ 14 ആണ്. മക്കളെ 14ന് പകരം 15 ആയിരുന്നെങ്കിൽ ഈ പറയുന്ന എല്ലാം ശരിയായിരുന്നു. അപ്പം ഇതിനകത്തിൽ തെറ്റായ സംഖ്യ 14 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റായ സംഖ്യ. മനസ്സിലായോ? ബാക്കി എല്ലാവരും ഓക്കെയാണ്. 14 മാറി അവിടെ 15 വരണമായിരുന്നു. 14 മാറിയിട്ട് അവിടെ 15 വന്നാൽ ഇതെല്ലാം ശരിയായനെ. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. വാ. ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക. ശ്രേണിയിലെ അടുത്ത സംഖ്യ. ശ്രേണി ഇങ്ങനെയാണ് 1 3 6 8 16 ഡാഷ്. 1 3 6 8 16 ഡാഷ്. ഇതും അത്യാവശ്യം നല്ലൊരു ചോദ്യമാണ്. കുറേ സമയം എടുത്താലും നമുക്ക് ആലോചിച്ചാൽ കിട്ടാത്ത തരത്തിലുള്ളൊരു ചോദ്യമാണ്. PSC ചോദിച്ചതാണ്. ഇനിയും ചോദിക്കും. അപ്പോൾ എങ്ങനെ ചെയ്യും നോക്കിയാൽ അപ്പോൾ കുറേ പേര് ചിന്തിച്ച് കാണും ഇവിടെ 2 കൂട്ടി പിന്നെ 3 കൂട്ടി പിന്നെ 2 കൂട്ടി പിന്നെ പക്ഷേ അങ്ങ് വലിയ സംഖ്യ കൂട്ടിയിരിക്കും. 8 ആണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനല്ല. പിന്നെ ഇത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കാം. എടാ 1നോട് നോക്ക് 1നോട് 2 കൂട്ടിയാൽ 3 കിട്ടും. 1നോട് നോക്കിയ മക്കളെ 2 കൂട്ടിയാൽ 3 കിട്ടും. 1നോട് 2 കൂട്ടിയാൽ 3 കിട്ടും. അതുപോലെ 3നോട് 2 ഗുണിച്ചാൽ തൊട്ടടുത്ത സംഖ്യയായ 6 കിട്ടും. എടാ 3നോട് 2 ഗുണിച്ചാൽ തൊട്ടടുത്ത സംഖ്യയായ 6 കിട്ടും. 3നോട് 2 ഗുണിച്ചാൽ 6 കിട്ടും. ശരി, 6നോട് നോക്കിയ മക്കളെ 6നോട് 2 കൂട്ടിയാൽ 8 കിട്ടും. എടാ 6നോട് 2 കൂട്ടിയാൽ 8 കിട്ടും. അതുപോലെ 8നോട് 2 ഗുണിച്ചാൽ 16 കിട്ടും. എടാ 8നോട് 2 ഗുണിച്ചാൽ 16 കിട്ടും. അപ്പോൾ നോക്കി ആദ്യം 1നോട് 2 കൂട്ടി 3. 3നെ 2 കൊണ്ട് ഗുണിച്ച് 6. 6നോട് 2 കൂട്ടി 8. 8നെ 2 കൊണ്ട് ഗുണിച്ച് 16. അതായത് ആദ്യം 2 കൂട്ടി പിന്നെ 2 ഗുണിച്ച് പിന്നെ 2 കൂട്ടി പിന്നെ 2 ഗുണിച്ച്. എങ്കിൽ അടുത്തത് ഉറപ്പായിട്ടും 2 കൂട്ടിയാൽ മതി. 16 പ്ലസ് 2 നമ്മുടെ ശരി ഉത്തരം 18. എടാ 16 പ്ലസ് 2 നമ്മുടെ ശരി ഉത്തരം 18. ഓക്കെ ആണോ? നോക്ക് ആദ്യം 2 കൂട്ടി പിന്നെ 2 ഗുണിച്ച് പിന്നെ 2 കൂട്ടി പിന്നെ 2 ഗുണിച്ച് പിന്നെ 2 കൂട്ടണം. അതാണ് നമ്മുടെ ശരിയായ ഉത്തരം. അപ്പോൾ 1നോട് 2 കൂട്ടി 3 എന്ന് എഴുതി. 3നെ 2 കൊണ്ട് ഗുണിച്ച് 6 എന്ന് എഴുതി. 6നോട് 2 കൂട്ടി 8 എന്ന് എഴുതി. 8നെ 2 കൊണ്ട് ഗുണിച്ച് 16 എന്ന് എഴുതി. എങ്കിൽ 16നോട് 2 കൂട്ടി 18. 18 ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. മനസ്സിലായോ? എളുപ്പമല്ലേ? ക്ലിയർ ആണെന്ന് കരുതട്ടെ. അടുത്ത ചോദ്യം. രാമൻ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നോക്കി നിൽക്കുന്നു.
ആദ്യം 45 ഡിഗ്രി ക്ലോക്ക് ദിശയിൽ തിരിയുന്നു. പിന്നീട് 90 ഡിഗ്രി ക്ലോക്കിന് എതിർദിശയിൽ തിരിയുന്നു. വീണ്ടും 180 ഡിഗ്രി അതേ ദിശയിൽ തിരിയുന്നു. ഇപ്പോൾ രാമൻ ഏത് ദിശയിൽ നോക്കി നിൽക്കുന്നു? ഓപ്ഷൻ ഉണ്ട്: വടക്ക്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്, കിഴക്ക്. നല്ല ചോദ്യമാണ്. ഒരിക്കൽ കൂടെ, രാമൻ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നോക്കി നിൽക്കുന്നു. ആദ്യം 45 ഡിഗ്രി ക്ലോക്ക് ദിശയിൽ തിരിയുന്നു. പിന്നീട് 90 ഡിഗ്രി ക്ലോക്കിന് എതിർ ദിശയിൽ തിരിയുന്നു. വീണ്ടും 180 ഡിഗ്രി അതേ ദിശയിൽ തിരിഞ്ഞാൽ രാമൻ ഇപ്പോൾ ഏത് ദിശയിൽ നോക്കി നിൽക്കുന്നു? ശരി, നമുക്കൊന്ന് വരച്ച് നോക്കി ചെയ്യാം. രാമൻ ആദ്യം വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നോക്കി നിൽക്കുന്നു. നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എടാ ദിശയെക്കുറിച്ചൊരു ചോദ്യം വന്നാൽ ദാ ഈ ഡയറക്ഷൻ അങ്ങ് വരയ്ക്കണം. നമുക്കറിയാം, ഡയറക്ഷൻ വരയ്ക്കാനും അടയാളം ചെയ്യാനും ഒക്കെ അറിയാം. എപ്പോഴും ദാ ഈ ക്രോസ് ചിഹ്നത്തിന്റെ താഴെ സൗത്ത് തെക്കായിരിക്കും, മുകളിൽ നോർത്ത് വടക്കായിരിക്കും, വലതുവശം കിഴക്കായിരിക്കും, ഇടതുവശം പടിഞ്ഞാറുമായിരിക്കും. ഓക്കെയാണോ? തെക്ക് താഴെ, വടക്ക് മുകളിൽ, വലതുവശം കിഴക്ക്, ഇടതുവശം പടിഞ്ഞാറ്. ശരി, നോക്കി. രാമൻ ആദ്യം വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നോക്കി നിൽക്കുന്നു. നമുക്കറിയാം, ഇതാണ് വടക്ക്, ഇതാണ് പടിഞ്ഞാറ്. എങ്കിൽ വടക്ക് പടിഞ്ഞാറ് ദിശ എന്ന് പറഞ്ഞാൽ ദാ ഈ ദിശയിലോട്ട്, കറക്റ്റ് ദാ ഈ ദിശയിലോട്ട് നോക്കി നിൽക്കുന്നു. അപ്പം രാമൻ നോക്കി നിൽക്കുന്ന ദിശ ദാ ഇതാണ്. ഇതാണ് രാമൻ നോക്കി നിൽക്കുന്ന ദിശ. ഓക്കെയാണോ? ഇതാണ് രാമൻ നോക്കി നിൽക്കുന്ന ദിശ. ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ശേഷം ദാ 45 ഡിഗ്രി ക്ലോക്ക് ദിശയിൽ തിരിയുന്നു. ആദ്യം സുഹൃത്തുക്കളെ 45 ഡിഗ്രി ക്ലോക്ക് ദിശയിൽ. നമുക്കറിയാം ഇത് മൊത്തം 90 ഡിഗ്രിയാണ്. എങ്കിൽ ദാ അതിൻ്റെ കറക്റ്റ് പകുതിയാണ് ദാ ഇത്. എങ്കിൽ 45 ഡിഗ്രി ക്ലോക്ക് ദിശയിൽ, നമുക്കറിയാം ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് 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 ഇങ്ങനെ, ഇതാണ് ക്ലോക്ക് ദിശ. അപ്പം 45 ഡിഗ്രി, ഇതാണ് 45 ഡിഗ്രി. നമുക്കറിയാം ഇത് മൊത്തം 90 ഡിഗ്രിയാ. 90ന്റെ പകുതിക്കാണ് നമ്മളിതാ ഇത് വരച്ചത്. കാര്യം വടക്ക് പടിഞ്ഞാറ് നമ്മൾ കറക്റ്റ് പകുതിക്ക്. അപ്പം 45 ഡിഗ്രി ക്ലോക്ക് ദിശയിൽ തിരിയുന്നു. അപ്പം രാമൻ ഇപ്പതാ ഈ ദിശയിലോട്ടാണ് നോക്കി നിൽക്കുന്നത്. രാമൻ ഇപ്പോൾ ഈ ദിശയിലോട്ടാണ് നോക്കി നിൽക്കുന്നത്. ശരിയാണോ? അപ്പം ആദ്യം 45 ഡിഗ്രി ക്ലോക്ക് ദിശയിൽ തിരിയുന്നു. അപ്പം ഇപ്പം രാമൻ്റെ നോട്ടം വടക്ക് ദിശയിലേക്ക്, കറക്റ്റ് വടക്ക് ദിശയിൽ വന്നു. എന്നിട്ടോ പിന്നീട് 90 ഡിഗ്രി ക്ലോക്കിന് എതിർ ദിശയിൽ തിരിയുന്നു. മകളെ, 90 ഡിഗ്രി ക്ലോക്കിന് എതിർ ദിശയിൽ. അപ്പം ഇതാണ് ഇപ്പോൾ രാമൻ വടക്കോട്ടാണ് നോക്കിയിരിക്കുന്നത്. 90 ഡിഗ്രി ക്ലോക്കിന് എതിർ ദിശയിൽ. നമുക്കറിയാം ഇങ്ങനെയാണ് ക്ലോക്ക് പോകുന്നതെങ്കിൽ ക്ലോക്കിൻ്റെ എതിർ ദിശ എന്ന് പറഞ്ഞാൽ തിരിച്ചിങ്ങനെ, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അതാ ഇവിടുന്ന് 90 ഡിഗ്രി എന്ന് പറയുമ്പം ദാ കറക്റ്റ് ഇതാ നമുക്കറിയാം ഇതാണ് 90 ഡിഗ്രി. 90 ഡിഗ്രി ക്ലോക്കിന് എതിർ ദിശയിൽ വരുമ്പം ദാ പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കും. രാമൻ പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കും. വടക്ക് ദിശയിൽ നിന്ന് 90 ഡിഗ്രി ഇടത്തോട്ട്. കാര്യം ക്ലോക്കിനെതിരായ ദിശ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരണം. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് തിരിയുന്നു. ശരിയാണോ? ദാ അങ്ങനെ തിരിഞ്ഞിട്ട് വീണ്ടും 180 ഡിഗ്രി അതേ ദിശയിൽ തിരിയുന്നു. എടാ വീണ്ടും 180 ഡിഗ്രി. അപ്പോൾ അതായത് ഇവിടെ നിൽക്കുന്നവൻ 180 ഡിഗ്രി അതേ ദിശയിൽ തിരിഞ്ഞാൽ നമുക്കറിയാം 150 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാണ്ട് ഇത്രയും വരും. അപ്പം തിരിഞ്ഞ് രാമൻ ദാ ഇപ്പം ഈ ദിശയിലോട്ട് വന്ന്. ശരിയാണോ? രാമൻ ഇപ്പോൾ ആ ദിശയിൽ വന്ന്. എങ്കിൽ നമ്മുടെ ചോദ്യം, ഇപ്പോൾ രാമൻ ഏത് ദിശയിൽ നോക്കി നിൽക്കുന്നു? നമുക്കറിയാം ഈ ദിശയെന്ന് പറഞ്ഞാൽ ഏതാണ്? ആ ദിശയെന്ന് പറഞ്ഞാൽ ദാ കിഴക്കാണ്. നമ്മുടെ ശരിയായ ഉത്തരം കിഴക്ക്. എങ്കിൽ രാമൻ ഇപ്പോൾ ഏത് ദിശയിൽ അഭിമുഖീകരിക്കുന്നു, അല്ലെങ്കിൽ ഏത് ദിശയിൽ നോക്കി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ശരി ഉത്തരം കിഴക്ക്. നമ്മുടെ റൈറ്റ് ആൻസർ കിഴക്കാണ്. പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. രാമൻ ആദ്യം ദാ ഇങ്ങനെ നിന്ന് ചെറുക്കനാ, ദാ ഇവിടെ നിന്നവനാ, ക്ഷമിക്കുക. രാമൻ ആദ്യം ദാ ഇവിടെ നോക്കി നിന്നവനാ. എന്നിട്ട് ആദ്യം 45 ഡിഗ്രി ദാ ഇങ്ങോട്ട് വരുന്നു, ദാ ഇങ്ങോട്ട് വന്ന്. അവിടുന്ന് 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് ക്ലോക്കിന് എതിർ ദിശയിൽ ദാ ഇങ്ങോട്ട് തിരിഞ്ഞു. വീണ്ടും അവിടുന്ന് 180 ഡിഗ്രി, ദാ ഇതാണ് 180 ഡിഗ്രി, വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞ്. അപ്പം ഇപ്പം ഈ ദിശയിൽ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ കിഴക്ക് ദിശയെ നോക്കി നിൽക്കുന്നു. രാമൻ ഇപ്പോൾ കിഴക്ക് ദിശയെ നോക്കി നിൽക്കുന്നു. ഇതാണ് നമ്മുടെ ശരിയായ ഉത്തരം. ക്ലിയർ ആയി കാണും. നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. ABCDEF ഇവർ 6 പേരും ഒരു വൃത്തത്തിന് ചുറ്റും ഇരിക്കുന്നു. ബി എഫിൻ്റെയും സിയുടെയും നടുവിലാണ്. എ ഇൻ്റെയും ഡിയുടെയും നടുവിലാണ്. എഫ് ഡിയുടെ ഇടതുവശത്താണ്. എയുടെയും എഫിൻ്റെയും നടുവിലാര്? ഓപ്ഷൻ ഉണ്ട് എ, ബി, സി, ഡി. 4 വേറെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കളെ ABCDEF
എന്ന് പറയുന്ന ഒരു 6 പേര് ഒരു വൃത്തത്തിന് ചുറ്റും ഇരിക്കുന്നു. ശരി, നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരു 6 പേര് ഒരു വൃത്തത്തിന് ചുറ്റും ഇരിക്കുന്നു. 6 പേര് ഒരു വൃത്തത്തിന് ചുറ്റും ഇരിക്കുന്നു. അപ്പോൾ ദാ ഇവിടെ ഒരാൾ, ദാ ഇവിടെ ഒരാൾ, ഓക്കെ, ദാ ഇവിടെ ഒരാൾ, ദാ ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ, ഇത് ഒരാൾ, ഇത് ഒരാൾ, അങ്ങനെ 6 പേര് വൃത്തത്തിന് ചുറ്റും ഇരിക്കുകയാണ്. ഞാൻ 6 പേരുടെ ചുമ്മാടയാളം ചെയ്ത്. ശരി, ഇനി പറയുന്നത് ഇങ്ങനെയാണ്. ബി എഫിൻ്റെയും സിയുടെയും നടുവിലാണ്. മക്കളെ, ബി എന്നത് എഫിൻ്റെയും സിയുടെയും നടുവിലാണ്. ബി എന്നവൻ എഫിൻ്റെയും സിയുടെയും നടുവിലാണ്. അപ്പം ഞാൻ ഇവിടെ ബി വരച്ചാൽ ഈ ബി എന്നത് മക്കളെ എഫിൻ്റെയും സിയുടെയും നടുവിലാണ്. എഫിൻ്റെയും സിയുടെയും നടുവിലാണ്. അപ്പം കുറച്ച് പേര് ചോദിക്കും, എടാ നീ എന്തുകൊണ്ടാണ് ഇവിടെ എഫും കൊടുത്തത് ഇവിടെ സിയും കൊടുത്തതെന്ന്? നിനക്ക് ഇവിടെ സി കൊടുത്തൂടെ ഇവിടെ എഫ് കൊടുത്തൂടെ എന്ന് ചോദിക്കും. ശരിയാണ്, ചോദ്യം ശരിയാണ്. ചോദ്യം 100% ശരിയാണ്. അതുകൊണ്ട് ഇതാ പറയുന്ന ഇതേ ഉള്ളു, ബി എന്ന് പറയുന്നവൻ എഫിൻ്റെയും സിയുടെയും നടുവിലാണെന്നേ പറയുന്നുള്ളൂ, അല്ലാതെ ആരിന്ന ഭാഗത്തൊന്നും പറയുന്നില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും, എടാ ഒന്നുകിൽ ഇവിടെ എഫ് വരണം അല്ലെങ്കിൽ ഇവിടെ സി വരണം. ശരിയാണോ? ഒന്നുകിൽ ഇവിടെ എഫ് അല്ലെങ്കിൽ സി, അതല്ല വരത്തുള്ളൂ. അത് ഓക്കെ ആണോ? ശരി. അതുപോലെ ഒന്നുകിൽ ഇവിടെ സി വരണം അല്ലെങ്കിൽ എഫ് വരണം. അപ്പം മനസ്സിലായി എന്തായി? ഇവിടെ ബി ആ. അപ്പോൾ ഒന്നുകിൽ ഇവിടെ എഫ് അല്ലെങ്കിൽ സി, ഇനി അതല്ലെങ്കിൽ ഇവിടെ എഫ് അല്ലെങ്കിൽ സി. ഓക്കെ ആണേ? ഇത് ഓക്കെയാണ്. അപ്പം നമുക്ക് രണ്ടുപേരുടെയും പേര് ഞാൻ എഴുതി വെച്ചേക്കുക. ഇനി ഓരോരോ കണ്ടീഷൻ പറയുമ്പോൾ നമുക്ക് ഓരോരുത്തരെ വെട്ടി കളഞ്ഞാൽ മതി. ക്ലിയർ ആണോ? ശരി, ഇതാ അടുത്ത കണ്ടീഷൻ. എ ഇയുടെയും ഡിയുടെയും നടുവിലാണ്. എ എന്നത് ഇയുടെയും ഡിയുടെയും നടുവിലാണ്. എ ഇയുടെയും ഡിയുടെയും നടുവിലാണ്. മക്കളെ, എ എന്നവൻ ദാ ഇയുടെയും ഡിയുടെയും നടുവിലാണ്. എ എന്നവൻ ഇയുടെയും ഡിയുടെയും നടുവിലാണ്. അപ്പോൾ എ ഞാൻ അവിടെ എഴുതി. ഇയുടെയും ഡിയുടെയും നടുവിലാണെന്ന് പറയുമ്പം ഒന്നുകിൽ ഇവിടെ ഇ വരാം, അതേപോലെ ഇവിടെ ഇ വരാം. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഇവിടെ അപ്പം ഇയോ ഡിയോ വരാം, ഇവിടെയും ഡിയോ ഇയോ വരാം. ഇവിടെ ആരാണ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ശരിയാണോ? അപ്പോൾ ഇവിടെ ബി ആണ്, ഇവിടെ എ ആണ്. ഇവിടെ ഒന്നുകിൽ ഇ അല്ലെങ്കിൽ ഡി, അതേപോലെ ഇവിടെ ഒന്നുകിൽ ഇ അല്ലെങ്കിൽ ഡി, അതേപോലെ എഫ് ഓർ സി, അവിടെ സി ഓർ എഫ്. ശരി, അടുത്ത കണ്ടീഷൻ ഇങ്ങനെയാണ്. എ ഇയുടെയും ഡിയുടെയും നടുവിലാണെന്ന് എഴുതി. എഫ് ഡിയുടെ ഇടതുവശത്താണ്. മകളെ, എഫ് ഡിയുടെ ഇടതുവശത്താണ്. അതാണ് നമ്മുടെ ലീഡിങ് പോയിന്റ്. എടാ, എഫ് എന്ന് പറയുന്നവൻ ഡിയുടെ ഇടതുവശത്താണ്. എഫ് എന്ന് പറയുന്നവൻ ഡിയുടെ ഇടതുവശത്താണ്. എടാ, എഫ് എന്ന് പറയുന്നവൻ എഫ് ഡിയുടെ ഇടതുവശത്ത് വരണം. മക്കളെ, ഡിയുടെ ഇടതുവശത്ത് നമുക്കറിയാം എഫ് ഇവിടാണ് അല്ലെങ്കിൽ എഫ് ഇവിടാണ്. എഫ് എന്ന് പറയുന്നവൻ ഡിയുടെ ഇടതുവശത്ത് വരണമെങ്കിൽ എടാ ഇങ്ങോട്ട് നോക്കിയിരിക്കുക ഡി. ശരിയാണോ? ഡി ഇങ്ങോട്ട് നോക്കിയിരിക്കുക. ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന ഡിയുടെ ഇടതുവശത്ത് എഫ് വരണമെങ്കിൽ മക്കളെ ഇവിടെ ആയിരിക്കണം ഡി, ഇവിടെ എഫ് ആയിരിക്കണം. ശരിയാണോ? അല്ലാതെ ഇവിടെ ഡി വന്നാൽ ഡി അങ്ങോട്ട് നോക്കിയിരിക്കുമ്പം മക്കളെ ഡിയുടെ വലത് സൈഡ് ആവും. ഇത് നമ്മളോട് പറയുന്നത് ഡിയുടെ ഇടതുവശത്ത് എഫ് വരണം എന്നാ പറയുന്നേ. ഡിയുടെ ഇടതുവശത്ത് എഫ് വരണം. അപ്പം ഇവിടെ ഡി എന്ന് നമ്മൾ വിചാരിച്ചാൽ ഡി അങ്ങോട്ട് നോക്കിയിരിക്കുമ്പം ഡിയുടെ വലത് സൈഡ് ആവും. ഇത് വലത് സൈഡിൽ എഫ് വന്നിട്ട് കാര്യമില്ല, അങ്ങനല്ല പറയുന്നേ. ഡിയുടെ ഇടതുവശത്താണ് എഫ് എന്നാ പറയുന്നത്. അപ്പം മനസ്സിലായി, എടാ ഇവിടെ ഡി തന്നെ വരണം, എഫ് ഇവിടെ ഇ ഇവിടെ വരരുത്. അതേപോലെ ഇവിടെ സി വരരുത്, ഇവിടെ എഫ് മാത്രമേ വരാൻ പാടുള്ളൂ. അവിടെ എഫ് ആണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും സി ആയിരിക്കും. ഇവിടെ ഡി ആണെങ്കിൽ ഇവിടെ ഇയും ആയിരിക്കും. അപ്പം എല്ലാവരെയും കിട്ടി. ഇവിടെ എ, ഇവിടെ ഇ, ഇവിടെ സി, ഇവിടെ ബി, ഇവിടെ എഫ്, ഇവിടെ ഡി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ശരി, എങ്കിൽ നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം. എയുടെയും എഫിൻ്റെയും നടുവിലാര്? എയുടെയും എഫിൻ്റെയും നടുവിലാര്? മക്കളെ, ഇവിടെയാണ് എ. ശരിയാണോ? അതാണ് എ. ഇതാണ് എ. എയുടെയും എഫിൻ്റെയും ഇതാണ് എഫ്. നടുവിലാര്? നടുവിൽ. എടാ, എയുടെയും എഫിൻ്റെയും നടുവിലാരെന്ന് മനസ്സിലായി? ഡി ആണ്. നമ്മുടെ ശരി ഉത്തരം ഡി ആണ്. എയുടെയും എഫിൻ്റെയും നടുവിലായിട്ടുള്ള ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആയിട്ട് തന്നെ വരുന്ന ഉത്തരമാണ് ഡി. നമ്മുടെ ശരി ഉത്തരം എയുടെയും എഫിൻ്റെയും നടുവിലായിട്ട് വരുന്നവൻ ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ?
മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് ഒരു ചോദ്യം കൂടെ പരിശോധിക്കാം. ഇതാ നോക്ക്, ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? നോക്കാം. ശ്രേണി ഇങ്ങനെയാണ്: 1, 4, 13, 40, 121 ഡാഷ്. ഓപ്ഷൻ ഉണ്ട് 364, 351, 456, 512. നല്ല ചോദ്യമാണ്. 1, 4, 13, 40, 121 ഡാഷ്. അപ്പം ഇത് ഓരോന്നും എന്താണെന്ന് നോക്കിയേ, നിങ്ങൾ വൃത്തിയായിട്ട് നോക്കിയേ മക്കളെ. 1 4 ആവാൻ നിങ്ങൾ നോക്ക്. 1 4 ആവാൻ 1നെ 3 കൊണ്ട് ഗുണിച്ച്, 1നെ 4 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടും. പക്ഷേ 4നെ അടുത്ത 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അങ്ങ് 16 പോവും. അപ്പോൾ മനസ്സിലായൊന്നുമല്ല. അപ്പോൾ നോക്കിയേ, 1നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3 വരും. അതേപോലെ 13നെയും 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അങ്ങ് 52 പോവും. അപ്പം 4ന്റെ ഗുണിതമല്ല, ഏകദേശം ഇങ്ങനെ 3 വെച്ച് ഗുണിച്ചിട്ടാ പോയേക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. 1നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്കറിയാം 3 കിട്ടും. അതിനോട് 1 കൂട്ടിയ എടാ 4 വരും. ശരിയാണോ? 1നെ 3 കൊണ്ട് ഗുണിച്ച് അതിനോട് 1 കൂട്ടിയ 4 വരും. അതുപോലെ 4നെ 3 കൊണ്ട് ഗുണിച്ച് അതിനോട് 1 കൂട്ടിയാൽ 13 വരും. നമുക്കറിയാം 4 3 12, 12 + 1 13. അതുപോലെ 13നെ 3 കൊണ്ട് ഗുണിച്ച് അതിനോട് 1 കൂട്ടിയാൽ നമുക്കറിയാം 13 3 39. ആ 39നോട് 1 കൂട്ടിയാൽ 40 വരും. ഓക്കെ ആണോ? അതുപോലെ 40നെ 3 കൊണ്ട് ഗുണിച്ചാൽ 120. ആ 120നോട് 1 കൂട്ടിയാൽ 121 വരും. ശരി. അപ്പോൾ 1നെ 3 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടി, 4നെ 3 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടി, 13നെ 3 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടി, 40നെ 3 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടി. എങ്കിൽ നമ്മുടെ ശരി ഉത്തരം 121നെ നോക്ക്, 121നെ 3 കൊണ്ട് ഗുണിക്കണം, ആ ഗുണനഫലത്തോട് 1 കൂട്ടണം. അങ്ങനെ ഗുണിക്കുമ്പം 1 3 3, 3 2 6, 1 3 3, 363 എന്ന് വരും. അതിനോട് 1 കൂടെ കൂട്ടുമ്പം 364 എന്നും വരും. നമ്മുടെ ശരി ഉത്തരം 364. നമ്മുടെ കറക്റ്റായിട്ടുള്ള ഉത്തരം 364, ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അപ്പം നമ്മളെ കുറേയധികം ബുദ്ധിമുട്ടിപ്പിച്ച അല്ലെങ്കിൽ കുഴപ്പിച്ച ചോദ്യങ്ങളുടെ ഫസ്റ്റ് പാർട്ടാണ് നിങ്ങൾ കണ്ടത്. ഇനിയും ഇത്തരം ചോദ്യങ്ങളുമായിട്ട് നമ്മൾ തുടർന്നും വരുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ ഉണ്ടാവണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. വിട പറയുന്നു. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.